ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നീതിമാനായ നോഹയുടെ ജീവിതമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നീതിമാനായ നോഹ ഒരു പെട്ടകം പണിതു. ആ പെട്ടകത്തിനകത്ത് 1 വർഷത്തോളം താൻ താമസിച്ചു. ആ താമസിച്ച പെട്ടകത്തിനകത്തുനിന്ന് നോഹ പലപ്പോഴും ഒരു പക്ഷിയെ പുറത്തുവിടുമായിരുന്നു. എന്തിനായിരുന്നു പക്ഷിയെ പുറത്തുവിടുന്നത്? പക്ഷി പുറത്തു പോയിട്ട് തിരിച്ചു വന്നാൽ എന്തെങ്കിലും നന്മയുണ്ടായോ എന്നറിയാൻ പറ്റും. ഞാൻ അതിലേക്ക് തൊടുന്നില്ല. എന്നാൽ ഏറിയ നാളുകൾക്ക് ശേഷം 8-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിൽ ദൈവം നോഹയോടൊരു വാക്ക് പറയുകയാണ്. ദൈവം നോഹയോട് പറയുകയാണ്, പറവകളും മൃഗങ്ങളും. ആ വാക്യം ഒന്ന് വായിക്കാമോ? ഉൽപ്പത്തി മൃഗങ്ങളും നിലത്തിഴയുന്ന ഇഴയാദിയുമായ സർവ്വജലത്തിൽ നിന്നും നിന്നോടുകൂടെ ഇരിക്കുന്ന സകല ജീവികളെയും പുറത്തു കൊണ്ടുവരിക. നിന്നോടുകൂടെ ഇരിക്കുന്ന സകല ജീവികളെയും പുറത്തു കൊണ്ടുവരിക. അവ ഭൂമിയിൽ അനവധിയായി വർദ്ധിക്കുകയും പെറ്റുവരികയും ചെയ്യട്ടെ. ഇവിടെ ദൈവം നോഹയോട് പറയുകയാണ്, നോഹ, നിന്നോടുകൂടെയുള്ള സകലരെയും നീ പുറത്തു കൊണ്ടുവാ. നീ അവരെ പുറത്തു കൊണ്ടുവന്നാൽ അവ അനവധിയായി വർദ്ധിക്കുകയും പെറ്റുവരികയും ചെയ്യും. They will be fruitful and they will multiply. ഇന്ന് രാത്രി ഞാൻ പറയുകയാണ്, കർത്താവ് കൈപിടിച്ച് പുറത്തു കൊണ്ടുവരിക. എന്തിനാ പുറത്തു കൊണ്ടുവരുന്നത്? അവൻ പുറത്തു കൊണ്ടുവരുമ്പോൾ നീ വർദ്ധിക്കുവാൻ തുടങ്ങും. You shall multiply and you shall be fruitful. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങൾ, നീ എവിടെയെങ്കിലും കെട്ടപ്പെട്ട് കിടക്കുകയാണെങ്കിൽ അതിനകത്തുനിന്ന് പുറത്തുവാ. നാമധേയ ബന്ധനങ്ങൾക്കകത്ത്, സമുദായ കെട്ടുപാടുകൾക്കകത്ത് നീ ഒതുങ്ങിപ്പോയോ? നീ പുറത്തുവാ. നീ പുറത്തു വന്നാൽ, നീ ദൈവസഭയോട് ചേർന്ന് നിന്നാൽ, നീ അഭിഷക്തന്മാരോട് ചേർന്ന് നിന്നാൽ, നീ ക്രിസ്തുവിനോട് ചേർന്ന് നിന്നാൽ, you shall be a fruitful. നീ ഫ്രൂട്ട്ഫുൾ ആയിരിക്കും. നീ ഫലം കഴിപ്പാൻ തുടങ്ങും. You shall multiply. നീ പെരുകാൻ തുടങ്ങും. ഇന്ന് രാത്രി ഞാൻ അതിന്റെ 1-ാമത്തെ വിഷയം പറയുകയാണ്. നിനക്ക് തന്നെ പുറത്തു വരാൻ കഴിയുന്ന വിഷയങ്ങളിൽ നീ പുറത്തു വരണം. ഏതെങ്കിലും ഒരു സമുദായത്തെയോ ഏതെങ്കിലും ഒരു സംഗതിയെയും കെട്ടിപ്പിടിച്ച് ശവക്കല്ലറയ്ക്ക് വേണ്ടി ഏതെങ്കിലും ഒന്നിനകത്ത് കടിച്ചു തൂങ്ങി കിടക്കരുത്. മിസ്രൈമിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് ജനത്തെ വർദ്ധിപ്പിച്ച ദൈവം ഇന്ന് രാത്രി തിരിച്ചറിയണം. മിസ്രൈമിനകത്ത് കിടന്ന് നീ ആരാധിച്ചൊതുങ്ങരുത്. ഫറവോൻ പറയുകയാണ്, നീ ഇവിടെ തന്നെ മിസ്രൈമിനകത്തു നിന്ന് ആരാധിക്ക. മോശ പറഞ്ഞു, നോ, മിസ്രൈമിനകത്തു നിന്ന് ആരാധിച്ചാലും ഞങ്ങൾ പെരുകാൻ നീ സമ്മതിക്കത്തില്ല. ഞങ്ങളുടെ ആൺകുട്ടികളെ നീ കൊന്നുകളയും. ഞങ്ങളെ അടിമവേല കൊണ്ട് നീ പീഡിപ്പിക്കും. പക്ഷേ ഞങ്ങൾക്ക് പുറത്തുപോയി ആരാധിച്ചാൽ ഞങ്ങൾ അവിടെ പെരുകും, ഞങ്ങൾ അവിടെ വർദ്ധിക്കും, ഞങ്ങൾ അവിടെ അനുഗ്രഹിക്കപ്പെടാം. ഇന്ന് രാത്രി ഞാൻ അതിന്റെ 1-ാമത്തെ ഭാഗം പറയുകയാണ്. നീ പുറത്തു വന്നാൽ നീ വർദ്ധിക്കും, നീ പെരുകുകയും ചെയ്യാം. അപ്പോൾ തന്നെ അതിന്റെ 2-ാമത്തെ തലത്തിലേക്ക് വരുമ്പോൾ ദൈവം ഒരു മനുഷ്യനെ അപ്പോയിന്റ് ചെയ്യുകയാണ്. ദൈവം ഒരു മനുഷ്യനെ അപ്പോയിന്റ് ചെയ്യുകയാണ്. ആ മനുഷ്യനെ അപ്പോയിന്റ് ചെയ്തിട്ട് പറയുകയാണ്, നീ അവരെ പുറത്തു കൊണ്ടുവാ. നീ അവരെ പുറത്തു കൊണ്ടുവാ. അവർ വർദ്ധിക്കുകയും പെരുകുകയും ചെയ്യട്ടെ. ദൈവം എല്ലാ കാലത്തും ചിലരെ അപ്പോയിന്റ് ചെയ്യുക, പുറത്തു കൊണ്ടുവരുവാൻ. എന്നാൽ പിതാക്കന്മാരുടെ കാലത്തിൽ ഓരോരുത്തരെയായി തിരഞ്ഞെടുത്തു. എന്നാൽ അന്ത്യകാലത്ത് ദൈവം തന്റെ സ്വപുത്രനെ ഭൂമിയിലേക്ക് അയച്ചിട്ട് പറഞ്ഞു, ആമേൻ, പെരുകാൻ കഴിയാതെ, വർദ്ധിക്കാൻ കഴിയാതെ ഒതുങ്ങിപ്പോയ, ചുരുങ്ങിപ്പോയ സകല മാനവരാശിയെ നീ പുറത്തു കൊണ്ടുവാ. അവൻ വർദ്ധിക്കട്ടെ, അവൻ പെരുകട്ടെ. ഇന്ന് രാത്രി നീ വർദ്ധിക്കാതെ, നീ പെരുകാതെ, എവിടെയൊക്കെ അടയപ്പെട്ടോ, എവിടെയൊക്കെ ഒതുങ്ങിപ്പോയോ, ഈ രാത്രി the appointed son of God, നിയോഗിക്കപ്പെട്ട ദൈവപുത്രൻ ഇറങ്ങി വന്ന് ഈ രാത്രി നിന്റെ കരം പിടിക്കുക, നിന്നെ വർദ്ധിപ്പിക്കുക. നീ വർദ്ധിക്കത്തില്ലെന്ന്, നീ ശുശ്രൂഷയിൽ വർദ്ധിക്കത്തില്ലെന്ന്, നീ കൃപാവരത്തിൽ വർദ്ധിക്കത്തില്ലെന്ന്, നിന്റെ സഭ വർദ്ധിക്കത്തില്ലെന്ന്, നിന്റെ കൂട്ടായ്മ വർദ്ധിക്കത്തില്ലെന്ന്, നിന്റെ കുടുംബം വർദ്ധിക്കത്തില്ലെന്ന് ശത്രു വെല്ലുവിളിക്കുന്ന മേഖലകളിൽ ഈ രാത്രി സ്വർഗം ഇറങ്ങുകയോ, അവൻ നിന്നെ കൈപിടിച്ച് പുറത്തു കൊണ്ടുവരിക. ഈ രാത്രി എവിടെയെങ്കിലും നീ ചുരുങ്ങി പോകുന്നത് ഫീൽ ചെയ്യുമെങ്കിൽ ഈ രാത്രി ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ചിലരെ പുറത്തു കൊണ്ടുവരുന്ന രാത്രിയാ.
ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചില സഭകളെ പുറത്തു കൊണ്ടുവരികയാ. പരിശുദ്ധാത്മാവ് ചില സഭകളെ പുറത്തു കൊണ്ടുവരികയാ. ഞാൻ ഒത്തിരി സന്തോഷത്തോടെയാണ് കണ്ണൂരിന്റെ മണ്ണിൽ ശുശ്രൂഷിക്കുന്നത്. കാരണം ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിന് ഈ ഡിസ്ട്രിക്റ്റിനകത്ത്, ഈ വടക്കൻ കേരളത്തിൽ അസാധാരണമായത് ചിലത് ഈ കാലഘട്ടത്തിൽ ചെയ്യാനുണ്ട്. സഭകൾ, ദൈവജനം പെരുകാതെന്ന് അടയപ്പെട്ട മേഖലകൾക്കകത്ത് പരിശുദ്ധാത്മാവിന്റെ കരസ്പർശന ഇറങ്ങുകയാ. ഇത് അഭിഷക്തന്മാരെ ഒതുക്കുന്ന മണ്ണാണെങ്കിൽ അഭിഷക്തന്മാരെ പുറത്തെടുത്ത് അഭിഷേകത്തിന്റെ ശുശ്രൂഷയെ, കൃപാവരത്തിന്റെ ശുശ്രൂഷയെ വർദ്ധിപ്പിക്കുവാൻ ഈ രാത്രി നിയമിക്കപ്പെട്ട അഭിഷേകം ദൈവം നോഹയെ നിയമിച്ചോ പുറത്തു കൊണ്ടുവന്ന് വർദ്ധിപ്പിക്കാൻ ഈ രാത്രി പരിശുദ്ധാത്മാവ് നിയോഗത്തോടെ യേശുവെന്ന നിയോഗസ്ഥൻ ഈ രാത്രി ഇതിനകത്ത് നടക്കുകയാണ്. മാറത്ത് പൊൻകച്ച കെട്ടി 7 നിലവിളക്കുകളുടെ നടുവിൽ 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് പത്മോസിന്റെ ഇരുണ്ട കനിഗർഭങ്ങളുടെ നടുവിൽ നടകൊണ്ട് ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ക്രിസ്തു ഈ രാത്രി നിന്റെ മധ്യേ നടകൊള്ളുന്നു. Come out in the name of Jesus. നീ വർദ്ധിക്കത്തില്ലെന്ന്, നീ പെരുകത്തില്ലെന്ന് വാദിച്ച ശത്രുമണ്ഡലങ്ങളിലെ ആ ബന്ധനങ്ങളിൽ നിന്ന് സ്വർഗം ഈ രാത്രി നിന്നെ പുറത്തെടുക്കുന്ന രാത്രിയാ. ഈ രാത്രി സ്വർഗം നിന്നെ പുറത്തെടുക്കുന്ന രാത്രിയാ. വായു തുറന്ന ദൈവത്തിന് മഹത്വം പറ. നീ പുറത്തു വരോ, നീ വർദ്ധിക്കോ, നീ പെരുകോ. Yes, you shall be fruitful, you shall multiply. ഈ രാത്രി ഞാൻ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുമ്പോൾ തന്നെ ഇതാ ഇതിനകത്ത് ചിലർ പുറത്തു വരുന്നു. Fire anointing. ബന്ധനങ്ങൾ അഴിയട്ടെ, കാരാഗ്രഹങ്ങൾ തുറക്കട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, കാരാഗ്രഹങ്ങൾ തുറക്കട്ടെ. അന്ധകാരത്തിൽ നിന്ന് പുറത്തുവാ, അന്ധകാരത്തിൽ നിന്ന് പുറത്തുവാ, ഇരുട്ടിൽ നിന്ന് പുറത്തുവാ, കല്ലറയിൽ നിന്ന് പുറത്തുവാ. നീ ഒന്ന് പെരുകട്ടെ, ദൈവസഭ പെരുകട്ടെ, കൂട്ടായ്മകൾ പെരുകട്ടെ, തലമുറകൾ പെരുകട്ടെ, നിന്റെ സമ്പത്ത് പെരുകട്ടെ, നിന്റെ മാന്യത പെരുകട്ടെ, നിന്റെ സകല മേഖലകളിലും നീ വർദ്ധിക്കട്ടെ, നീ പെരുകട്ടെ, നീ വർദ്ധിക്കട്ടെ, നിന്റെ മഹത്വം വർദ്ധിക്കട്ടെ, നിന്റെ കൃപ വർദ്ധിക്കട്ടെ, നിന്റെ അഭിഷേകം വർദ്ധിക്കട്ടെ, നിന്റെ ശുശ്രൂഷ പെരുകട്ടെ. Come on. പരിശുദ്ധാത്മാവ് പുറത്തു കൊണ്ടുവരുന്ന രാത്രി നീ ഇനി അകത്തൊതുങ്ങത്തില്ല, നീ ഇനി അകത്തൊതുങ്ങത്തില്ല. നിന്നോട് കൂടെയുള്ള സകലരെയും പുറത്തു കൊണ്ടുവാ. ഇതാ ഞാൻ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നു. കർത്താവിനോട് കൂടെ നിൽപ്പാൻ ഒരുക്കമുള്ളവർ ഇതാ ഈ രാത്രി പുറത്തു വരുന്നു, ഈ രാത്രി പുറത്തു വരുന്നു. Come out in the name of Jesus. റാൽ ഗർഗന പ്രവാഹനി റീമന സഭ പ്രവാഹനിയ അർദ്ധൽ ബരാദിയ. അതിനകത്ത് പുറത്തു വരാൻ ദൈവം ഒരൊറ്റ കണ്ടീഷനെ പറയുന്നുള്ളൂ. നോഹേ, നിന്നോട് കൂടെ ഇരിക്കുന്നവരെ നീ പുറത്തു കൊണ്ടുവാ. ഇന്ന് രാത്രി ഞാൻ പറയുന്നു, കർത്താവിനോട് കൂടിയിരിക്കാമോ? കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരും. രാത്രിയുടെ യാമങ്ങൾ നീണ്ടുപോകുമ്പോൾ കർത്താവിനോടുകൂടെ നിന്റെ പ്രാർത്ഥന പായിൽ ഇരിക്കാമോ? കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരാം. ആരാധന വേളകളിൽ വിമർശകന്മാരോടുകൂടെയല്ല, സഭ റഹാദിയാതര ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നിട്ട് സഭയിൽ കമന്റ് പറയുന്നവരോടുകൂടെയല്ല, കൺവെൻഷന് വന്നിട്ട് റിബൽ പാർട്ടികളോടുകൂടെയല്ല. നീ എവിടെ പോയാലോ കർത്താവിനോട് കൂടെ ഇരിക്കുന്നുവെങ്കിൽ അവൻ നിന്നെ പുറത്തു കൊണ്ടുവരും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എന്റെ കുഞ്ഞുങ്ങൾ യൗവനക്കാരോടൊക്കെ പറയുക,
എല്ലാ കാലത്തും ദൈവസഭയിൽ ഒരു കൂട്ടരുണ്ട്. ദൈവസഭയെ നന്നാക്കാൻ നടക്കുന്നവര്, പാസ്റ്റർമാരെ നന്നാക്കാൻ നടക്കുന്നവര്, കമ്മിറ്റിക്കാരെ നന്നാക്കാൻ നടക്കുന്നവര്. എൻ്റെ പൊന്നുമക്കളെ, ഞാൻ നിങ്ങളോട് പറയാം, അവരുടെ കൂടെ പോയി ഇരുന്നാൽ നീ പുറത്തു വരത്തില്ല. വിമർശകന്മാരുടെ കൂടെ, കമന്റ് അടിക്കാരുടെ കൂടെ, പരിഹാസികളുടെ കൂടെയും, കുറ്റം പറച്ചിലുകാരുടെ കൂടെ നീ അവരുടെ ഇത് കണ്ടും കേട്ടു അവരോടുകൂടെ ഇരുന്ന അവർക്ക് നിന്നെ ഒരിക്കലും പുറത്തു കൊണ്ടുവരാൻ കഴിയത്തില്ല. ഈ രാത്രി കൃപ ലഭിച്ച നോഹയ്ക്ക്, നീതിമാനായ നോഹയ്ക്ക്, വിശ്വാസമുള്ള നോഹയ്ക്ക്, അനുസരണമുള്ള നോഹയ്ക്ക്, പ്രാർത്ഥിക്കുന്ന നോഹയ്ക്ക്, അവർക്ക് നോഹയ്ക്ക് മാത്രമേ പുറത്തു കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ. നോഹ ക്രിസ്തുവിന് നിഴലാണ്. നോഹ ക്രിസ്തുവിന് നിഴലാണ്. നോഹ വിശുദ്ധന് നിഴലാണ്. നോഹ കൃപ ലഭിച്ചവന് നിഴലാണ്. നോഹ അഭിഷക്തന് നിഴലാണ്. ഈ രാത്രി ഞാൻ ചലഞ്ച് ചെയ്യുന്ന എൻ്റെ യൗവന തലമുറയെ, with whom you will sit. നീ ആരുടെ കൂടെ ഇരിക്കും? നീ ആരുടെ കമ്മ്യൂണിറ്റിയിൽ ഇരിക്കുക? Sit with Jesus. നീ യേശുവിനോട് കൂടെ ഇരിക്കുക. ഓ റമശബ്ദരാധിയ റാൽധന ധരശബ പ്രവാനിയ. 25 വയസ്സുള്ള യൗവനക്കാരൻ 65 വയസ്സുള്ള സഭാ നേതൃത്വത്തെ ചികിത്സിക്കാൻ നടക്കുന്നു. നോ, 65 വയസ്സുള്ള അവനെ ചികിത്സിക്കുകയല്ല. നീ നന്നാവാൻ നോക്ക് കുഞ്ഞെ. നീ നേരെയാകാൻ നോക്ക്. നീ മാനിക്കപ്പെടാൻ നോക്ക്. നീ അഭിമാനിക്കപ്പെടാൻ നോക്ക്. നീ ഉയർത്തപ്പെടാൻ നോക്ക്. നീ സഭ നന്നാക്കാനല്ല, നീ നന്നാവട്ടെ. നിന്റെ കുടുംബം നന്നാവട്ടെ. നിന്റെ തലമുറ നന്നാവട്ടെ. നിന്റെ ഭാവി നന്നാവട്ടെ. പുറത്തു വരണം. എനിക്ക് പുറത്തു വരണം ആഗ്രഹമുള്ളവർ. ദൈവം പറയുകയാണ്, നോഹേ, നിന്നോട് കൂടെ ഇരിക്കുന്നവരെ നീ പുറത്തു കൊണ്ടുവാ. അവർ വർദ്ധിക്കട്ടെ, അവർ പെരുകട്ടെ, അവർ വർദ്ധിക്കട്ടെ, അവർ പെരുകട്ടെ. അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്തിട്ടൊന്ന് പറഞ്ഞേ, നമുക്ക് വർദ്ധിക്കണം, നമുക്ക് പെരുകണം. ഈ കൃപ മതിയോ? ഈ അഭിഷേകം മതിയോ? ഈ ശുശ്രൂഷ മതിയോ? ഈ 5 പേരുടെ സഭ മതിയോ? ഈ 10 പേരുടെ കൂട്ടായ്മ മതിയോ? ഈ 250 പേരുടെ മാസയോഗം മതിയോ? പോരാ, പോരാ. എനിക്ക് വർദ്ധിക്കണം, എനിക്ക് പെരുകണം. ഓ റമശാധരാധിയ റാൽധന ഹർധന ശബപ്രഭാനിയ റാൽധന ഹടകർഘനാദിയ സാർധനാദിയ. എൻ്റെ ഞാൻ 3 ദിവസം ഉപവസിക്കുമ്പം പോരാ വിടുതല്. ഞാൻ 3 ദിവസം ഉപവസിക്കുമ്പം പോരാ വിടുതല്. എൻ്റെ നിഴല് തട്ടിയ വിടുതല് വരണോ? എൻ്റെ ഉത്തരീയമോ റൂമാലും വീണാൽ വിടുതല് വരണോ? ഓ എൻ്റെ കൃപ പെരുകട്ടെ. ഓ കർത്താവ് പറയുകയാണ്, നോഹ, നിന്നോട് കൂടെ ഇരിക്കുന്നവരെ നീ പുറത്തു കൊണ്ടുവന്ന് അവർ വർദ്ധിക്കുകയും പെരുകുകയും ചെയ്യട്ടെ. ഈ രാത്രി സ്വർഗം ചിലരെ പുറത്തു കൊണ്ടുവരികയാ. നീ വർദ്ധിക്കാതെ വേണം, നീ പെരുകാതെ വേണം. ശത്രു അടച്ചിട്ട മേഖലകളിൽ നിന്ന് ഈ രാത്രി സ്വർഗം പുറത്തു വരിക. യു ഷാൽ ബി ഫ്രൂട്ട്ഫുൾ. ഓ റബ ഖർമനാഷ്യ. ഞാൻ അതിനകത്തുനിന്ന് പറയുകയാണ്, ഫ്രൂട്ട്ഫുൾ എന്ന് പറഞ്ഞാൽ ആമേൻ, പെറ്റു പെരുകട്ടെ. ഓ ദൈവസഭയ്ക്കകത്തൊരു വന്ധ്യതയും ഉണ്ടാകത്തില്ല. ദൈവസഭയ്ക്കകത്തൊരു വന്ധ്യതയും ഉണ്ടാകത്തില്ല. ഈ കൺവെൻഷനകത്ത് ഇരിക്കുന്നവരിൽ ആരെങ്കിലും വന്ധ്യതാ പോരാട്ടമുണ്ടെങ്കിൽ ഈ രാത്രി ഞാൻ ആത്മാവിൽ അതിനെ ബ്രേക്ക് ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ അതിനെ ബ്രേക്ക് ചെയ്യുന്നു. നിനക്ക് മക്കളും കൊച്ചുമക്കളും ഉണ്ടാകാം. നിന്റെ തലമുറയുടെ തലമുറയെ നീ കാണും. Holy Spirit, Holy Spirit, you shall be fruitful. പുറത്തു കൊണ്ടുവന്ന് പെരുകുമാറാക്കുന്ന ദൈവം. ഒന്ന് പുറത്തു കൊണ്ടുവന്ന് വാഗ്ദത്തം നൽകുന്ന ദൈവം, ആകുലതകൾ മാറ്റും. 2 പുറത്തു കൊണ്ടുവന്ന് വർദ്ധിപ്പിക്കുന്ന ദൈവം. ഞാൻ പുതിയ നിയമത്തിലേക്ക് കടന്നു വരാം. കർത്താവ് പുറത്തു കൊണ്ടുവന്നേ ഇരിക്കുക. ഇന്ന് രാത്രികാലം കർത്താവ് ഇതിനകത്ത് ചില മേഖലകളിൽ പുറത്തു കൊണ്ടുവരിക. അതിനാണ് ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് പോകുന്നത്. യേശു കർത്താവിൻ്റെ സ്നേഹിതനായിരിക്കുന്ന ലാസർ, താൻ ദീനമായി കിടന്നു, യേശു പോയില്ല. രോഗം മൂർച്ഛിച്ചുവെന്ന് ആളറിയിച്ചു, യേശു പോയില്ല. ലാസർ മരിച്ചു. 3 നാൾ കഴിഞ്ഞ് 4ാമത്തെ ദിവസം വരുമ്പോൾ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ പറഞ്ഞു, നമ്മുടെ സ്നേഹിതനായിരിക്കുന്ന ലാസർ നിദ്ര കൊള്ളുന്നു, ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു. ശിഷ്യന്മാർ പറഞ്ഞു, നിദ്ര കൊള്ളുന്നെങ്കിൽ സൗഖ്യമായിരിക്കും. നോ, അവൻ മരിച്ചുപോയി, ഞാൻ അവനെ ഉണർത്താൻ പോകുന്നു. യേശു കടന്നു ചെന്ന് ഗ്രാമത്തിൻ്റെ വാതിൽക്കൽ നിന്നു. യേശു കടന്നു ചെന്ന് ഗ്രാമത്തിൻ്റെ വാതിൽക്കൽ നിന്ന് ഗ്രാമത്തിലേക്ക് കടക്കുന്നില്ല. യേശു ഗ്രാമത്തിലേക്ക്
കടക്കാൻ കഴിയാതെ വണ്ണം അവിടെ നിൽക്കുകയാ. അവിടെ നിന്ന് യേശു പിന്നെയും മുമ്പോട്ട് പോയി, ഗ്രാമത്തിലേക്ക് കടക്കുന്നില്ല. എന്നാൽ മാർത്ത ഓടി വന്ന് യേശുവിനെ വണങ്ങുമ്പോൾ യേശു ഗ്രാമത്തിലേക്ക് കടക്കുകയാ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിന്റെ ഗ്രാമത്തിലേക്ക് യേശു കയറി വരാൻ യേശുവിനെ ആരാധിക്കുന്ന ഒരാൾ മതി. ബഥാന്യയിലേക്ക് യേശു കയറുന്നില്ല, കണ്ണൂരിലേക്ക് കർത്താവ് കയറുന്നില്ല, ആലങ്കോട്ടേക്ക് കർത്താവ് കയറുന്നില്ല. പക്ഷെ ഒരു മാർത്ത ചെന്ന് ആലങ്കോടിന്റെ വാതിൽക്കൽ നിന്നിട്ട് കർത്താവെ ഞാൻ അങ്ങേ ആരാധിക്കുന്നുവെന്ന് പറഞ്ഞാൽ കർത്താവ് അതിനകത്തേക്ക് കയറി വരോ. ഹോളി സ്പിരിറ്റ്, ഈ രാത്രി പറ, എൻ്റെ പഞ്ചായത്തിനകത്തെ ദൈവ സാന്നിധ്യത്തിന്റെ കാരണം ഞാനായിരിക്കും. എൻ്റെ ഡിസ്ട്രിക്റ്റിനകത്തെ ദൈവ സാന്നിധ്യത്തിന്റെ കാരണം ഞാനായിരിക്കും. എൻ്റെ സ്റ്റേറ്റിലെ ദൈവിക ഉണർവിന്റെ കാരണം ഞാനായിരിക്കും. യേശു ബഥാന്യയിൽ ചെന്നു. വീട്ടിൽ കയറാതെ യേശു നേരെ കല്ലറ വാതിൽക്കൽ ചെന്നു. കല്ലറയിലെ കല്ല് ഉരുട്ടി മാറ്റിച്ചോ. യേശു അവിടെ നിന്ന് ഉറക്കെ വിളിച്ചു, ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞു. അതിൻ്റെ അടുത്ത ഭാഗത്ത് എഴുതിയിരിക്കുകയാണ്, മരിച്ചവൻ പുറത്തു വന്നു. മരിച്ചവൻ പുറത്തു വന്നു. ഈ രാത്രി കർത്താവിന് പുറത്തു കൊണ്ടുവരാൻ കഴിയുക. ആടിനെ മാത്രമല്ല പുറത്തു കൊണ്ടുവരാൻ കഴിയുന്നത്. സംശയിക്കുന്ന അബ്രഹാമിനെ മാത്രമല്ല പുറത്തു കൊണ്ടുവരാൻ കഴിയുന്നത്. പെട്ടകത്തിൽ ഇരിക്കുന്നവനെ മാത്രമല്ല പുറത്തു കൊണ്ടുവരാൻ കഴിയുന്നത്. കല്ലറയ്ക്കകത്തിരിക്കുന്ന ലാസറിനെ കർത്താവ് പുറത്തു കൊണ്ടുവരികയാണ്. ഇന്ന് രാത്രികാലം കർത്താവ് ഇതിനകത്ത് ചിലരെ വിളിക്കുക, ലാസറെ പുറത്തു വരിക. യോഹന്നാൻ 11:43 ഇങ്ങനെ പറഞ്ഞിട്ട് യേശു ലാസറെ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചോ. ഇന്ന് രാത്രി കർത്താവ് ശബ്ദമുയർത്തി വിളിക്കുക. യേശു പറയുകയാണ്, ലാസറേ പുറത്തു വരിക. യേശു ഗർജനത്തോടുകൂടെ ശബ്ദമുയർത്തി വിളിക്കുകയാണ്, ലാസറേ പുറത്തു വരിക. ആമേൻ. എന്താണ് കർത്താവ് ഇത്ര ഉറക്കെ വിളിക്കാൻ കാരണം? കർത്താവ് ഇത്ര ഉറക്കെ വിളിക്കാൻ കാരണം എന്താണ്? കാരണം കർത്താവിന് അവിടെ ഒരു താല്പര്യമുണ്ട്. ചുറ്റി നിൽക്കുന്ന സകല മരണത്തിന്റെ ദൂതന്മാര്, പാതാളത്തിന്റെ അധികാരങ്ങള് കേൾക്കത്തക്കതെന്ന് യേശു അധികാരത്തോടെ വിളിച്ചു പറയുകയാണ്, ലാസറേ പുറത്തു വരിക. യേശു ആ ശബ്ദം ഉയർത്തുമ്പോൾ ഞാൻ വിശ്വസിക്കുകയാണ്, പാതാളത്തിന്റെ അടിത്തറകൾ ഇളകാൻ തുടങ്ങി, മരണത്തിന്റെ ചങ്ങലകൾ കിടുങ്ങാൻ തുടങ്ങി, മരണത്തിന്റെ ആമങ്ങൾ തകരാൻ തുടങ്ങി, മരണപാശങ്ങൾ അഴിഞ്ഞു, മരണപാശങ്ങൾ അഴിഞ്ഞു. ഇന്ന് രാത്രി കർത്താവ് പുറത്തു കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ മരണപാശങ്ങൾ അഴിയുമെന്നാണ് അതിന്റെ അർത്ഥം. ഈ രാത്രി കർത്താവ് ചിലതിനെ പുറത്തു കൊണ്ടുവരികയാ. മരണപാശങ്ങളെ അഴിച്ച് ദൈവം അവനെ എഴുന്നേൽപ്പിച്ചു. ഹോളി സ്പിരിറ്റ്, ലാസർ പുറത്തു വന്നു. ലാസർ അല്ലല്ല, മരിച്ചവൻ പുറത്തു വന്നു. ഈ മരിച്ചവൻ പുറത്തു വന്നാൽ എന്താണ് സംഭവിക്കുന്നത്? 2-3 കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. ആമേൻ. യേശു കർത്താവ് ആ ലാസറിന്റെ വീട്ടിൽ ചെന്നപ്പോൾ മാർത്ത കരയുക, മറിയ കരയുക, അവിടെയുള്ള പുരുഷന്മാരെല്ലാം കരയുക. അവസാനം യേശു എന്തോ ചെയ്തു? യേശു കണ്ണുനീർ വാർത്തു. ആൻഡ് ജീസസ് വെപ്റ്റ്. യേശുവിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. എന്നാൽ യേശു ലാസറിനെ പുറത്തു കൊണ്ടുവന്നപ്പോൾ ആ വീട്ടിൽ അത്ര നേരം കരഞ്ഞുകൊണ്ട് നിന്നവർ അവിടുത്തെ വിലാപം നൃത്തമാകാൻ തുടങ്ങി. ഈ രാത്രി കർത്താവ് ചിലതിനെ പുറത്തു കൊണ്ടുവരിക. ടു സ്റ്റോപ്പ് ദ സൗണ്ട് ഓഫ് ലമെന്റേഷൻ, നിന്റെ വിലാപം നൃത്തമാകാൻ ഈ രാത്രി കർത്താവ് ചിലരെ കൈക്ക് പിടിച്ച് പുറത്തു കൊണ്ടുവരിക. ഇന്നലെ വരെ നീ കരഞ്ഞ വിഷയത്തിൽ ഇനി നീ കരയത്തില്ല. ഇന്നലെ വരെ നാറ്റം നമിച്ച വിഷയത്തിൽ ഇനി നീ നാറ്റം നമിക്കത്തില്ല. ഇന്നലെ വരെ തീർന്നുവെന്ന് പറഞ്ഞ വിഷയത്തിൽ, ഇന്നലെ വരെ കൈവിടപ്പെട്ടു എന്ന് പറഞ്ഞ വിഷയത്തിൽ ഇനി നീ കൈവിടപ്പെട്ടെന്ന് പറയത്തില്ല. നിന്നെ അവൻ പുറത്തു കൊണ്ടുവരിക. ചിലർ പുറത്തു വരികയാണ്. ബഥാന്യയിലെ ലാസറിന്റെ വീട്ടിൽ ഇനിയും ഒരു കരച്ചിലിന്റെ ശബ്ദം കേൾക്കണ്ടെന്നേ കർത്താവ് പറയുക, ലാസർ നീ പുറത്തു വാ. ലാസർ നീ പുറത്തു വന്നില്ലെങ്കിൽ നിന്റെ പെങ്ങന്മാര് കരയും. ലാസറേ നീ പുറത്തു വാ
വന്നില്ലെങ്കിൽ നിന്റെ സഹോദരിമാര് കരയും. ഇന്ന് രാത്രി കർത്താവ് ബഥാനിയിൽ ഇറങ്ങി നിന്ന് പറയുക, മാർത്ത കരയുന്നത് എനിക്കിഷ്ടമല്ല, മറിയ കരയുന്നത് എനിക്കിഷ്ടമല്ല. മാർത്ത കരയുന്നത് ഇഷ്ടമല്ലെങ്കിൽ, മറിയ കരയുന്നത് ഇഷ്ടമില്ലെങ്കിൽ, കർത്താവിന്റെ പൊന്നു മക്കളെ, നിങ്ങൾ കരയുന്നത് ദൈവത്തിന് ഇഷ്ടമല്ലെന്ന്, നിന്റെ കണ്ണ് തോരാതിരിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. അതിന് കർത്താവ് നിന്നോട് പറയുക, നിന്റെ കുടുംബത്തിൽ നിന്ന് ചിലരെ പുറത്തു കൊണ്ടുവരിക. ഈ രാത്രി സ്വർഗം ചിലരെ മരണപാശങ്ങൾ അഴിച്ച്, പാതാള ചങ്ങലകളെ പൊട്ടിച്ച്, ദുഷ്ട ആധിപത്യങ്ങളെ പൊട്ടിച്ച് കർത്താവ് പുറത്തു കൊണ്ടുവരികയാ. ഓ, മരിച്ചവൻ പുറത്തു വന്നാൽ, ഒന്ന് നിന്റെ കണ്ണുനീര് മാറാം. മരിച്ചവൻ പുറത്തു വന്നാൽ ഒന്ന് നിന്റെ വിലാപം നൃത്തമാകാം. ഈ രാത്രി പുറത്തു വന്നു എന്നുള്ളതിന്റെ വിസിബിൾ അടയാളം, പ്രത്യക്ഷമായ ഒരു അടയാളം, നിന്റെ കണ്ണുനീരിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുന്ന രാത്രിയായത്. ഇനി നീ കരയത്തില്ല, ഇനിയും നീ കരയത്തില്ല. ഈ രാത്രി നിന്റെ കണ്ണുനീർ തുടയ്ക്കുന്ന രാത്രിയാ. ഹോളി സ്പിരിറ്റ്. ആമേൻ. പുറത്ത് കരച്ചില്. ലാസർ അകത്തിരുന്നാൽ പുറത്ത് കരച്ചില്. അകത്തെന്താ? അകത്ത് നാറ്റം, അകത്ത് ദുർഗന്ധം. ഇന്ന് രാത്രികാലം ഏത് ദുർഗന്ധം നിന്റെ വീട്ടിനകത്തുണ്ടെങ്കിലും, പാപത്തിന്റെ ദുർഗന്ധമായിരിക്കാം, അനുസരണക്കേടിന്റെ ദുർഗന്ധമായിരിക്കാം, മദ്യപാനത്തിന്റെ ദുർഗന്ധമായിരിക്കാം, ചില കെട്ട ദുർശീലങ്ങളുടെ ദുർഗന്ധമായിരിക്കാം, ചില വേണ്ടാത്ത ബന്ധങ്ങളുടെ ദുർഗന്ധമായിരിക്കാം, ചില അഡിക്ഷനുകൾ നിന്റെ തലമുറകളെ പിടിച്ചതിന്റെ ദുർഗന്ധമായിരിക്കാം. പക്ഷേ യേശു പുറത്തു കൊണ്ടുവന്നാൽ ഇനിയും അവിടെ ദുർഗന്ധം ഉണ്ടാകത്തില്ല. ഇന്ന് രാത്രി ക്രിസ്തുവിൽ നിന്നെ ജയോത്സവമായി വഴി നടത്തുകയാ. രക്ഷ പ്രാപിച്ചവരുടെയോ സകല മനുഷ്യരുടെയും മുൻപാകെ നീ ക്രിസ്തുവിന്റെ സൗരഭ്യമാകാ. നീ ഇനി മരണത്തിന്റെ ദുർഗന്ധമല്ല, നീ ഇനി ക്രിസ്തുവിന്റെ സൗരഭ്യമാ. ഈ രാത്രി വലങ്കരം ഉയർത്തി പറ, ഞാനിനി ശാപത്തിന്റെ ദുർഗന്ധമല്ല, ഞാനിനി മരണത്തിന്റെ ദുർഗന്ധമല്ല, ഞാനിനി രോഗത്തിന്റെ ദുർഗന്ധമല്ല, പകരം ഞാനിനി ക്രിസ്തുവിന്റെ കാൽവറിയുടെ സൗരഭ്യമാണ്. ഞാൻ വിശ്വാസത്തിന്റെ സൗരഭ്യമാണ്, ഞാൻ വിശുദ്ധിയുടെ സൗരഭ്യമാണ്, ഞാൻ ദൈവകൃപയുടെ സൗരഭ്യമാണ്, ഞാൻ അഭിഷേകത്തിന്റെ സൗരഭ്യമാണ്, ഞാൻ വെളിപ്പാടുകളുടെ സൗരഭ്യമാണ്. കർത്താവിന്റെ പൊന്നുമക്കളെ, നീ കഷ്ടതയുടെ ദുർഗന്ധമല്ല, നീ നിരാശയുടെ ദുർഗന്ധമല്ല, നീ രോഗത്തിന്റെ ദുർഗന്ധമല്ല, നീ പരാജയത്തിന്റെ ദുർഗന്ധമല്ല. ക്രിസ്തുവിൽ നമ്മെ ജയോത്സവമായി, നടത്തുകയും സകലയിടങ്ങളിലും നമ്മളെ ക്രിസ്തുവിന്റെ സൗരഭ്യ. ഇന്ന് രാത്രി നിങ്ങളോട് തന്നെ പറ, എന്റെ വീട് പാപത്തിന്റെ, മരണത്തിന്റെ, ശാപത്തിന്റെ ദുർഗന്ധം വമിക്കാനുള്ള ഇടമല്ല. കൃപയുടെ, അഭിഷേകത്തിന്റെ, വിശ്വാസത്തിന്റെ, ദൈവ സ്നേഹത്തിന്റെ സൗരഭ്യം വരാനുള്ള ഇടമാ. റോമന ഹർമന സാർത്ഥനാദി റീബൽ ഖർത്തോനിയ പ്രവശാത്യാമാനി. എന്റെ ജീവിതം ഒരു ധൂപപീഠമാ. എന്റെ ജീവിതം ഒരു കുപ്പത്തൊട്ടിയല്ല, എന്റെ ജീവിതം ഒരു ധൂപപീഠമാ. അർദ്ധന ശർദ്ധനാധിയാധര റോൽധന ശപ്രവാനിയ. നിങ്ങളുടെ വീടിന്റെ പറമ്പിൽ കുപ്പയെല്ലാം കൂടെ വാരിയിട്ട് കത്തിച്ച അയൽവക്കക്കാർ വഴക്കുണ്ടാക്കും. പക്ഷെ നിങ്ങളുടെ വീട്ടിനകത്ത് കുന്തിരിക്കം പുകച്ചാൽ അയൽവക്കക്കാരൊക്കെ അവരുടെ വീടിന്റെ ജനലുകൾ കൂടെ എന്ത് ചെയ്യും? തുറന്നിടും. നിന്റെ അകത്തു നിന്ന് സുഗന്ധം വന്നാൽ അകന്നുപോയ ചില ബന്ധങ്ങൾ പരിശുദ്ധാത്മാവിന്ന് രാത്രി പറയുന്നു, പരിശുദ്ധാത്മാവിന്ന് രാത്രി പറയുന്നു, അകന്നുപോയ ചില ബന്ധങ്ങളെ ദൈവം യുണൈറ്റ് ചെയ്യും. യേശു കർത്താവ് ചെന്ന് ലാസറിന്റെ വീട്ടിൽ പറഞ്ഞു, പുറത്തു വാ. എന്താ കാര്യമെന്നറിയാമോ? ലാസറിനെ കൊണ്ട് അകത്ത് വെക്കുമ്പോൾ എല്ലാവരും പറഞ്ഞു, തീർന്നു. ആമേൻ. മരണ വീട്ടിൽ ചെന്ന് അവസാനം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എല്ലാവരും കഴിഞ്ഞോ? എല്ലാവരും കഴിഞ്ഞോ? എല്ലാം കഴിഞ്ഞെങ്കിൽ പിന്നെ കുഴി വെച്ചേക്കാം. മരണമെന്ന് പറയുന്നതെല്ലാം തീർന്നുവെന്ന് പറയുന്ന വിഷയമാണ്. പക്ഷേ യേശു കല്ലറവാതിൽക്കൽ നിന്നിട്ട് പറഞ്ഞു, ലാസർ നീ പുറത്തു വാ. തീർന്നിട്ടില്ല, തീർന്നിട്ടില്ല. ഇന്ന് രാത്രി ഞാൻ പറയാം, നിന്റെ ശുശ്രൂഷ തീർന്നിട്ടില്ല, നിന്റെ പ്രൊഫഷൻ തീർന്നിട്ടില്ല, നിന്റെ കരിയർ തീർന്നിട്ടില്ല, നിന്റെ കുടുംബജീവിതം തീർന്നിട്ടില്ല, നിന്റെ കുടുംബത്തിലെ സന്തോഷം തീർന്നിട്ടില്ല.
കർത്താവിൻ്റെ പൊന്നുമക്കളെ, നിങ്ങളുടെ അനുഗ്രഹം തീർന്നിട്ടില്ല, നിങ്ങളുടെ വാഗ്ദത്തം തീർന്നിട്ടില്ല, നിന്റെ കാലം കഴിഞ്ഞിട്ടില്ല, നിന്റെ പ്രതീക്ഷകൾ തീർന്നിട്ടില്ല, നിന്റെ ആരോഗ്യം തീർന്നിട്ടില്ല. ഓ റമ ഷാർഖലാധിയ, നിന്റെ കാലിനെ തളർത്തി തീർത്തെന്ന് പറഞ്ഞല്ലേ, നിന്റെ കയ്യെ കുഴച്ച് തീർത്തെന്ന് പറഞ്ഞല്ലേ, നിന്റെ ബുദ്ധിയെ കെടുത്തി തീർത്തെന്ന് പറഞ്ഞല്ലേ, 2 പേപ്പറിന് സപ്ലി തന്ന് തീർത്തെന്ന് പറഞ്ഞല്ലേ, 4 മാസം ശമ്പളം അടച്ച് തീർത്തെന്ന് പറഞ്ഞല്ലേ, 2 പേരെ ശത്രുവാക്കി നിർത്തി തീർത്തെന്ന് പറഞ്ഞല്ലേ, ഇവിടെയെല്ലാം അവസാനിച്ചെന്ന് പറഞ്ഞല്ലേ. പക്ഷെ ഇന്ന് രാത്രി കർത്താവ് പുറത്തു വന്നിട്ട് പറയുക, അവന്റെ കെട്ടുകൾ അഴിപ്പേൻ. Let him move, let him proceed. നിനക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ട വിഷയങ്ങളിൽ ദൈവം ഒരു അടുത്ത പാരഗ്രാഫ് എഴുതി തുടങ്ങുകയാണ്. ഓ, സം എക്സ്റ്റൻഷൻസ് ആർ ഹാപ്പനിങ്. ഇതിനകത്ത് ദൈവം ചില എക്സ്റ്റൻഷനുകളെ വെക്കുകയാണ്. ചില ഫുൾ സ്റ്റോപ്പുകൾക്ക് ഒറ്റ കുത്തുകുത്തിയാൽ അത് ഫുൾ സ്റ്റോപ്പാണ്. പക്ഷെ കർത്താവ് വന്ന് അതിൻ്റെ കൂടെ ഒരു 5-6 കുത്തും കൂടെ കുത്തിയപ്പോ അതിൻ്റെ മീനിങ് മാറി. ടു ബി കണ്ടിന്യൂഡ്. ശത്രു കുത്തിയ നിന്റെ ജീവിതത്തിലെ കുത്തിൻ്റെ പാടുകൾക്കപ്പുറത്ത് കാൽവറിയുടെ കാരിരും വാണിയുടെ മുറിപ്പാടുകളുടെ ആ സ്പോട്ടുകൾ ഇന്ന് രാത്രി നിന്നോട് പറയുകയാണ്. മനുഷ്യൻ ഫുൾ സ്റ്റോപ്പ് ഇട്ടയിടത്ത് സ്വർഗം പറയുകയാണ്, ഓ ടു ബി കണ്ടിന്യൂഡ്. To be continued. നീ ഒതുങ്ങൂന്ന് പലരും ചിന്തിച്ചു. ഒരൊറ്റ കുത്തുകുത്തി തമ്പുരാൻ പുറകെ വന്നൊരു 10 കുത്തും കൂടെ കുത്തി. ഫുൾ സ്റ്റോപ്പ് എന്ന് എഴുതിയിടത്ത് താഴെ ഒരു ബ്രാക്കറ്റ് ഇട്ട് എഴുതി, ടു ബി കണ്ടിന്യൂഡ്. ടു ബി കണ്ടിന്യൂഡ്. രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? ടു ബി കണ്ടിന്യൂഡ്. ഇന്ന് രാത്രി നീ വിശ്വസിക്കുക. പിശാച് ഒറ്റ കുത്ത് കുത്തിയിട്ട് പോയി. അവൻ ചിന്തിച്ച് അവൻ്റെ കുത്തിനകത്ത് എന്തൊക്കെയൊക്കെ നടക്കുമെന്ന്. കർത്താവ് പറഞ്ഞടാ, കുത്തിൻ്റെ ആദ്യത്തെ കുത്ത് നീ തന്നെ കുത്തിക്കോ, ബാക്കി കുത്തുകൾ ഞങ്ങൾ ഇട്ടോളാം. യെസ്, ടു ബി കണ്ടിന്യൂഡ്. നിനക്കൊരു ചെറിയ ബ്രേക്ക് തന്നതാ കർത്താവ്. നീ കർത്താവിനോട്, ഇതാരോടോ വ്യക്തിപരമായി പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയാം, ഭയങ്കര സ്വീറ്റായിട്ട് ദൈവം ആരോടോ ഇടപെടുക. ഓ, അതൊരു ചെറിയ ബ്രേക്ക് ദൈവം തന്നതാ. നിനക്കൊന്ന് റിലാക്സ് ചെയ്യാൻ, നിനക്കൊന്ന് റീതിങ്ക് ചെയ്യാൻ, നീ ഒന്നും കൂടെ ഒന്ന് കൃപ പ്രാപിപ്പാൻ, നീ ഒന്നും കൂടെ ഒന്ന് ശുദ്ധീകരിക്കപ്പെടാൻ കർത്താവ് നിനക്കൊരു ബ്രേക്ക് തന്നതാ. ഓ, അതൊരു ഫുൾ സ്റ്റോപ്പ് അല്ല, അതൊരു എൻഡ് അല്ല, അതൊരു ഇൻ്റർവെൽ മാത്രമാണ്. ദിസ് ഈസ് നോട്ട് ആൻ എൻഡ്, ബട്ട് ദിസ് ഈസ് ഓൺലി ആൻ ഇൻ്റർവെൽ. ഇത് അവസാനമല്ല, ഇടവേള മാത്രമാണ്. നിന്റെ നെക്സ്റ്റ് ഹാഫ് അസാധാരണമായിരിക്കും. ആരോടോ പരിശുദ്ധാത്മാവ് പേഴ്സണലി അങ്ങനെ മിണ്ടുകയാണ്. ഞാൻ ഇതിനകത്തൊരു അസാധാരണ ദൈവ സാന്നിധ്യം ഫീൽ ചെയ്യും. ഓ, നിങ്ങൾ കണ്ടില്ലേ, 2 മിനിറ്റ് മുമ്പ് വരെ ഞാൻ അലറിക്കൂവി തുള്ളി പ്രസംഗിച്ചതാ. എനിക്ക് മിണ്ടാൻ പോലും പറ്റാത്ത, കണ്ണു തുറക്കാൻ പറ്റാത്ത ഒരു അഭൗമമായ ദൈവ സാന്നിധ്യം ഇതിനകത്ത് നിറഞ്ഞു നിൽക്കുന്നു. Holy Spirit, see speaking with someone. അന്ന് തുടങ്ങി പലരും യേശുവിനെ മാത്രമല്ല, യേശു ഉയർത്തെഴുന്നേൽപ്പിച്ച ലാസറിനെയും കാണുവാൻ വന്നു.
നിന്റെ ലൈഫിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് നീ കയറുകയാണ്. എൻ്റെ പ്രസംഗത്തിൽ നിന്ന് മാറിയെന്ന് എനിക്കറിയാം. പക്ഷെ പരിശുദ്ധാത്മാ ഭയങ്കര വ്യക്തിപരമായി ആരെയോടോ ഭയങ്കര ഇൻറ്റിമേറ്റായിട്ട് സംസാരിക്കും. എൻ്റെ തല മാറുക കേട്ടോ. യേശുവിന് ഒത്തിരി സ്നേഹിതന്മാരുണ്ടായിരുന്നു. അവരെ ആരെയും ഇന്ന് രാത്രി എവിടെയും പ്രസംഗിക്കാറില്ല. വിരലിലെണ്ണുന്ന സ്നേഹിതന്മാരെ പ്രസംഗിക്കപ്പെടുന്നുള്ളൂ. അതിലൊന്ന് ലാസറ. അത് ലാസറിന് ലഭിച്ച വിടുതല. അരിമത്തിയിലെ യോസഫ് കർത്താവിന് വേണ്ടി കൊടുത്ത വിലയാണ്. നിക്കോദിമോസ് കർത്താവിന് വേണ്ടി രാത്രിയിൽ ഇറങ്ങി തിരിച്ചത്. ഇങ്ങനെ ഓരോ സ്നേഹിതന്മാർക്കും ഒരു ക്വാളിറ്റി ഉണ്ട്. പക്ഷെ ലാസറിൻ്റെ ക്വാളിറ്റി, ലാസറിന് ലഭിച്ച വിടുതല. യു ആർ ബ്ലെസ്സഡ്, യു ആർ ബ്ലെസ്സഡ്, യു ആർ ബ്ലെസ്സഡ്. നീ ഭാഗ്യവാനാട്ടോ, നീ അനുഗ്രഹിക്കട്ടെ. അടുത്ത പോയിന്റിലേക്ക് കയറട്ടെ. കർത്താവ് പുറത്തു കൊണ്ടുവരിക, നിനക്ക് വാഗ്ദത്തത്തെ തരാൻ. കർത്താവ് പുറത്തു കൊണ്ടുവരിക, ടു മൾട്ടിപ്ലൈ ആൻഡ് പ്രോസ്പർ യു. കർത്താവ് പുറത്തു കൊണ്ടുവരിക, നിൻ്റെ കരച്ചിലിനെ മാറ്റി, നിൻ്റെ ദുർഗന്ധത്തെ മാറ്റി, നീ തീർന്നെന്ന് പറഞ്ഞിടത്ത് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നിന്നെ ഒരു ഇരട്ടി മഹത്വത്തിലേക്ക് കൊണ്ടുപോകാം.